20 BJP എംപിമാർ വൺ നേഷൻ വൺ പോൾ സെഷൻ വിട്ടുനിന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം വൻ ആഘാതത്തിന് കാരണമായി. NDA സർക്കാർ ഏറെ പ്രാധാന്യത്തോടെ കൊണ്ടുവന്ന ആശയമായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ലോക്സഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനിടയിലും ബിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യ മുന്നണിയിലെ മുഖ്യ പാർട്ടികളൊക്കെ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നു. മുതിർന്ന നേതാക്കളായ നിതിൻ ഗഡ്കരി, ഗിരിരാജ് സിംഗ്, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുൾപ്പെടെ 20 BJP എംപിമാരാണ് ചൊവ്വാഴ്ച ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന്റെ അവതരണ വേളയിൽ മാറി നിന്ന് സർക്കാരിന് വൻ പ്രഹരമേൽപ്പിച്ചത്. 2014 ശേഷം മോഡി ഷാ കൂട്ടുകെട്ടിന് സ്വന്തം പാളയത്തിൽ നിന്ന് വന്ന പ്രകടമായ എതിർപ്പ് ഇത് ആദ്യമായിരുന്നു. ഇത് BJPയുടെ ആണിക്കല്ലിന് ഇളക്കം തട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് ദിശയിലേക്ക് ഇത് നീങ്ങുമെന്നുള്ള ആശങ്കയിലാണ് ഇവർ ഇതിനെ നോക്കിക്കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ സുപ്രധാന നീക്കത്തിലെ നേതാക്കളുടെ ഈ അഭാവം ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. സമ്മേളനത്തിൽ എല്ലാ എംപിമാരും സഭയിൽ ഹാജരാകണമെന്ന് പാർട്ടി 3 വരി വിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ സഭയിൽ 307 പേര് വേണമെന്നിരിക്കെയാണ് സ്വന്തം പാളയത്തിലെ പ്രമുഖരായ സ്വന്തം നിരയിൽ തന്നെയുള്ള മന്ത്രിമാരടക്കം വിട്ടുനിന്നത്. അത് BJPയുടെയും സർക്കാരിന്റെയും നില തന്നെ തെറ്റിക്കുന്ന അവസ്ഥയിലാക്കി. ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഇന്നലെ വൈകിട്ട് 5 വർഷമായി തെറ്റി നിന്നിരുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി ദേവേന്ദ്ര ഫട്നാവിസ് നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചത് ശ്രദ്ധേയമാണ്. വിട്ടുനിന്ന പ്രമുഖരായ ഈ സാമാജികരുടെ അസാന്നിധ്യം പാർട്ടിക്കകത്തെ പടല പിണക്കങ്ങൾ മറനീക്കി പുറത്തു വരുന്നതിന്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കാം. വിട്ടുനിന്ന സാമാജികർ ഉത്തരവുകൾ ലംഘിച്ച് മോദി പ്രഭാവത്തിന് ഭംഗം വരുത്തി സർക്കാരിന്റെ അധപ്പതനത്തിന് വഴിതെളിക്കാനുള്ള ചാട്ടുളിയാണ് എന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ ഇടനാഴികളിലെ ചർച്ച. അതിന് വഴിതെളിക്കുന്ന ഈ 20 പേർക്കെതിരെ നോട്ടീസ് തയ്യാറാക്കാൻ BJPയെ പ്രേരിപ്പിക്കുകയാണ് ഇപ്പോൾ. രാജ്യത്തുടനീളം ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സർക്കാരിന്റെ പ്രേരണയുടെ കേന്ദ്രബിന്ദുവായ ബിൽ ചൂടേറിയ ചർച്ചകൾക്കിടയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഭരണഘടന 129 ഭേദഗതി ബിൽ അതിന്റെ ആമുഖഘട്ടത്തിൽ 90 മിനിറ്റ് ചർച്ചയ്ക്ക് ശേഷം ബില്ലുകളുടെ അവതരണത്തെ 209 പേർ അനുകൂലിച്ചപ്പോൾ 198 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ബിൽ പാസാക്കണമെങ്കിൽ 3-ൽ 2 ഭൂരിപക്ഷം വേണമെന്നാണ്. ബിൽ അവതരണ വേളയിൽ ആകെ പോൾ ചെയ്യപ്പെട്ട അംഗസംഖ്യ അനുസരിച്ച് 307 കിട്ടിയാൽ മാത്രമേ ബിൽ പാസ്സാകൂ. എന്നാൽ അനുകൂല ബില്ലിന് അനുകൂല വോട്ടുകൾ 263 മാത്രമാണ്. ഇപ്പോൾ നിലവിലുള്ള സഭയിൽ എല്ലാവരെയും ഹാജരാണെങ്കിൽ 362 പേരുടെ പിന്തുണ ഉണ്ടെങ്കിലേ ലോക്സഭയിൽ ബിൽ പാസ്സാകൂ. സംവാദത്തിനിടെ ഉന്നയിക്കപ്പെട്ട ആശങ്കകളെ അഭിസംബോധന ചെയ്ത മേഘ്വാൾ നിയമനിർമ്മാണം സംസ്ഥാനങ്ങളുടെ സ്വയംഭരണത്തിലോ അധികാരത്തിലോ ഇടപെടില്ലെന്ന് സഭയ്ക്ക് ഉറപ്പ് നൽകി. കൂടാതെ ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്രഭരണ പ്രദേശ ഭേദഗതി ബില്ലും അവതരിപ്പിക്കപ്പെട്ടു. ബില്ല് അടിസ്ഥാന ഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന പ്രതിപക്ഷവാദത്തെ മേഘ്വാൾ തള്ളിക്കളഞ്ഞു. നിയമനിർമ്മാണം ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമാണെന്ന് വാദിക്കുകയും ചെയ്തു. എന്തായാലും BJP പാളയത്തിൽ തന്നെ ഇത്തരമൊരു നീക്കം സംജാതമായപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതായി മാറിക്കഴിഞ്ഞു. കുറച്ചു കാലങ്ങളായി RSSുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തെ അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അത് മോദി, അമിത്ഷായുടെ സർവാധികാരത്തിന് നേരെ ഉയർന്നു വന്ന എതിർപ്പിന്റെ സാഹചര്യത്തിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് എന്ന് വേണം കരുതാൻ. ഇത് മോദി യുഗത്തിന് തിരശ്ശീല വീഴും എന്നതിന്റെ ആരംഭമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.